لله والآل كل والصحابة أجمعين أما بعد. اختلاف السنة والبدعة. സുന്നത്ത് ബിദ്അത്തിന്റെ വേർതിരിവിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞു വന്നിരുന്നത്. അത് സംബന്ധമായ കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ഒരൊറ്റ കാര്യം കൂടി സുന്നത്ത് വൽ ബിദ്അത്തുമായ വിഷയത്തിൽ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് സത്യത്തിൽ അതൊരു പുതിയ പേരല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാമും ഉൾക്കൊള്ളുകയും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും മുതൽ ഇങ്ങോളം ഇസ്ലാമിക പാരമ്പര്യത്തിലൂടെ, മുസ്ലിം പാരമ്പര്യത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട ശരിയായ വിശ്വാസ കർമ്മരീതികൾ ഉൾക്കൊള്ളുന്നവർക്കാണല്ലോ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് പറയുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് പിൻകാലത്ത് നിലവിൽ വന്നതാണ്. അതൊരു പുതിയ പേരാണ് എന്ന് മനസ്സിലാക്കിയ പലരുമുണ്ട്. അത് ശരിയല്ല. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുമിന്റെ കാലത്ത് തന്നെ പറയപ്പെട്ടിട്ടുള്ളതും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. നമുക്കറിയാമല്ലോ, ഇമാം സഅദുദ്ദീൻ തത്താദാനി റളിയല്ലാഹു തആല അൻഹു ശർഹുൽ അഖായിദിന്റെ അവസാന ഭാഗത്ത് ഉദ്ധരിക്കുന്നത് കാണാം. സുഇല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അനിസ് സുന്നത്തി വൽ ജമാഅ. പ്രമുഖനായ സ്വഹാബി വര്യൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. സുന്നത്ത് ജമാഅത്ത് തിരിച്ചറിയാനുള്ള അടയാളങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കപ്പെട്ടു. ഫഖാല അൻ തുഹിബ്ബ ശൈഖൈനി എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞതും തഫ്താദാനി തങ്ങൾ ശർഹുൽ അഖായിദിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടു എന്ന ഉദ്ധരണിയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ സുന്നത്ത് ജമാഅത്ത് എന്ന പ്രയോഗം നിലവിലുണ്ടായിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ യൗമ തബിയല്ലു ഉജൂഹുൻ വതസ്വദ്ദു ഉജൂഹുൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പരലോകത്ത് വിചാരണ നാളിൽ ചില മുഖങ്ങൾ സന്തോഷം കൊണ്ട് പ്രകാശിക്കുകയും ചില മുഖങ്ങൾ സങ്കടം കൊണ്ട് ഇരുണ്ടുപോവുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്ന സ്ഥലത്ത് അതിന്റെ വ്യാഖ്യാനമായി പ്രമുഖ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യൗമ തബിയല്ലു ഉജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ വതസ്വദ്ദു ഉജൂഹു അഹ്ലിൽ ബിദ്അഇ വൽ ദലാല. ചില മുഖങ്ങൾ സന്തോഷം കൊണ്ട് പ്രകാശിക്കുമെന്ന് പറഞ്ഞത് യൗമ തബിയല്ലു ഉജൂഹു അഹ്ലിസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ മുഖമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ മുഖം പരലോകത്ത് വിചാരണ നാളിൽ പ്രകാശിക്കുകയാണ്. ചില മുഖങ്ങൾ കറുത്തുപോകുമെന്ന് പറഞ്ഞത് വതസ്വദ്ദു ഉജൂഹു അഹ്ലിൽ ബിദ്അഇ വൽ ദലാല, അഹ്ലുസുന്നക്ക് വിരുദ്ധമായ ബിദ്അത്തിന്റെ കക്ഷികളുടെ മുഖങ്ങളാണ് എന്ന് പ്രമുഖനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രമുഖ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദുറുൽ മൻസൂർ, തഫ്സീർ ഇബ്നു കസീർ, തഫ്സീറുൽ ഖാദിർ തുടങ്ങിയ പ്രമുഖ തഫ്സീർ ഗ്രന്ഥങ്ങളിലെല്ലാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ വ്യാഖ്യാനം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിന്റെ അർത്ഥം പറഞ്ഞത് യൗമ തബിയല്ലു ഉജൂഹു അഹ്ലി സുന്ന വൽ ജമാഅ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് പ്രയോഗിക്കപ്പെടാറുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. മുസ്ലിം ഉമ്മത്ത് വിവിധ വിഭാഗങ്ങളായി വേർതിരിയുന്ന ഇഫ്തിറാഖ് സംബന്ധമായ ഹദീസ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉദ്ധരിച്ചത്
ഷഹ്റസ്ഥാനി മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഷഹ്റസ്ഥാനി അൽ മിലൽ വന്യഹല്ലൊക്കെ ഉദ്ധരിച്ചിടത്ത് ഹദീസിന്റെ വാചകം ഇങ്ങനെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്: സതഫ്തരിഖു ഉമ്മത്തി, മുസ്ലിം ഉമ്മത്ത് ഇസ്തിറാഖാവും, വിവിധ ഗ്രൂപ്പുകളായി 70-ലധികം കക്ഷികളായി അവർ വേർതിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, എല്ലാ കക്ഷികളും നരകത്തിലാണ്, അതിൽ ഒരു വിഭാഗം മാത്രമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഖീല, മുത്തുനബിയോട് ചോദിക്കപ്പെട്ടു, വമനിൻ നാജിയ, ഈ 73 കക്ഷികളിൽ രക്ഷപ്പെടുന്ന, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന കക്ഷി ഏതാണ്? ഖാല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅ. ഖീല, വീണ്ടും ചോദിക്കപ്പെട്ടു, മാ അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണ്, അതിന്റെ മർമ്മം എന്താണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഉൾക്കൊള്ളുന്ന ആ വിശ്വാസ ആചാരങ്ങളിലായി അത് ഉൾക്കൊള്ളുകയും ആ രൂപത്തിൽ ജീവിക്കുകയും ചെയ്തവർ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇഫ്തിറാഖിന്റെ ഹദീസ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ ഉദ്ധരിച്ചതിലും വമനിൻ നാജിയ എന്നതിന് മുത്തുനബി പറഞ്ഞ മറുപടി അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞു എന്നാണ് ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരണിയിൽ കാണുന്നത്. ചുരുക്കത്തിൽ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് പുതിയ പേര് അല്ല. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ തന്നെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇത്ലാഖ് ഉപയോഗം ഉള്ള പേര് തന്നെയാണ്. പക്ഷേ അത് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്, ആ പേരിന് ഇഷ്തിഹാർ, ആ പേരിന് പ്രസിദ്ധി വരുന്നതും കൂടുതലായി അത് പ്രയോഗിക്കപ്പെടാൻ തുടങ്ങിയതും പിൻകാലത്താണ്. ബിദ്അത്തിന്റെ കക്ഷികൾ വർദ്ധിച്ചപ്പോൾ, ബിദ്അത്ത് താരതമ്യേന കൂടുതലായപ്പോൾ, വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെ ഒക്കെ ആളുകൾ ഞങ്ങളാണ് എന്ന നിലക്ക് ബിദ്അത്തിന്റെ കക്ഷികൾ രംഗത്ത് വന്നപ്പോൾ, സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹു മുഖേന പകർന്നു കിട്ടിയ പാരമ്പര്യ ഇസ്ലാം ആ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന കക്ഷികളെ, ഉൾക്കൊള്ളുന്ന വിഭാഗത്തെ ബിദ്അത്തിന്റെ അഹ്ലുകാരിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പിൻകാലത്ത് കൂടുതലായി അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. അപ്പൊ ചുരുക്കത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിന്റെ ഇത്ലാഖ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആലയുടെ കാലത്ത് തന്നെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ ആ പേരിന്റെ ഇസ്തിഹാർ അത് കൂടുതലായി പ്രയോഗിക്കപ്പെടാൻ തുടങ്ങിയത് പിൻകാലത്താണ്. അത് ബിദ്അത്ത് കൂടുതൽ പ്രകടമാവുകയും ബിദ്അത്തിന്റെ വാദഗതികൾ രംഗത്ത് വരികയും ചെയ്തപ്പോൾ ബിദ്അത്തിൽ നിന്ന് പാരമ്പര്യ രൂപത്തിൽ ഇസ്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് കൂടുതലായി ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ ശറഉൽ അഖായിദിന്റെ തുടക്കത്തിൽ ഇമാം അശ്അരി റളിയല്ലാഹു തആല അൻഹും അവരുടെ കൂടെയുള്ളവരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബികളിൽ നിന്നും മാ അന അലൈഹി വസ്ഹാബി, ആ ശരിയായ ശരിയായ ദീനുൽ ഇസ്ലാം സുന്നത്തെ ജമാഅത്തിന്റെ പ്രചരണത്തിനും പ്രാമാണികമായി അത് സ്ഥിരപ്പെടുത്താനും അവർ തയ്യാറായി. അവർ രംഗത്ത് വന്നു, അതവരെ ഏറ്റെടുത്തു. ഫസുമ്മു അഹ്ലുസുന്ന വൽ ജമാഅ എന്നൊരു പരാമർശം ശറഉൽ അഖായിദിന്റെ തുടക്കത്തിൽ കാണാം. ഇതിന്റെ അർത്ഥം തുത്താദ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഫസ്തഗല ഹുവ വമൻ തബിഅഹു ബിഇബ്താലി റഅയിൽ മുഅ്തസിലത്തി വഇസ്ബാത്തി മാ വറദ ബിഹി സുന്നത്തു വമളാ അലൈഹിൽ ജമാഅ. ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു തആല അൻഹും കൂടെയുള്ളവരും മുഅ്തസിലി വിഭാഗത്തിന്റെ ആശയങ്ങൾ ഗണ്ണിക്കുകയും സുന്നത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാമും ഉൾക്കൊള്ളുന്ന വിശ്വാസാശയങ്ങൾ പ്രാമാണികമായി സമർത്ഥിക്കാനും അവർ തയ്യാറായി. ഫസുമ്മു അഹ്ലുസുന്ന വൽ ജമാഅ, അപ്പോൾ അവർക്ക് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് നൽകപ്പെട്ടു. എന്നതിന്റെ അർത്ഥം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് നേരത്തെ ഉണ്ടായിരുന്നില്ല. അന്ന് അശ്അരി കാലഘട്ടത്തിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് തുടങ്ങിയത് എന്നല്ല. കാരണം നേരത്തെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗത്തിൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗത്തിലൊക്കെ
സുന്നത്ത് ജമാഅത്ത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരും പ്രയോഗവും നാം കണ്ടതാണ്. ഫസുമ്മു അഹ്ലുസുന്ന വൽ ജമാഅ എന്നതിന്റെ വിവക്ഷ അഹ്ലുസുന്ന എന്ന പേര് അന്നാണ് തുടങ്ങിയത് എന്നല്ല, മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുൽ കിറാമും പഠിപ്പിച്ച ആ സുന്നത്ത് ജമാഅത്ത് അഹ്ലുസുന്നയുടെ ആശയാദർശങ്ങൾ സ്ഥിരപ്പെടുത്താനും അതിനെതിരിലുള്ള വിദഈ ചിന്താധാരകളെ എണ്ണിക്കാനും അശ്അരി ഇമാമും കൂടെയുള്ളവരും തയ്യാറായപ്പോൾ ഫസുമ്മു അന്ന് അവർക്ക് പേര് പറയപ്പെട്ടു അഹ്ലുസുന്ന വൽ ജമാഅ എന്ന്. അന്ന് മുതൽ അവർക്കാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയാൻ തുടങ്ങിയത്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വിഘടിച്ചു പോയവരാണ് മുഅ്തസിലി കക്ഷികൾ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയങ്ങളിൽ തന്നെ നിലയുറപ്പിക്കുകയും അത് പ്രാമാണികമായി സമർത്ഥിക്കാൻ തയ്യാറായി നിലകൊണ്ടവരാണ് ഇമാം അശ്അരിയും കൂടെയുള്ളവരും. അപ്പൊ ഫസുമ്മു അഹ്ലുസുന്ന വൽ ജമാഅ അന്ന് അവർക്കാണ് സുന്നത്ത് ജമാഅത്ത് എന്ന അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് പറയപ്പെട്ടത്. അന്ന് മറ്റുള്ള കക്ഷികളൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിന് അർഹരല്ല. അന്ന് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിന്റെ അർഹർ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവും കൂടെയുള്ളവരുമായിരുന്നു. അന്ന് മുതൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് അവർക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അവർ അന്ന് മുതൽ ആ പേരിൽ അറിയപ്പെട്ടു. അവർക്കാണ് അന്ന് മുതൽ ആ പേര് പറയപ്പെടാൻ തുടങ്ങിയത്. മറ്റു കക്ഷികൾക്ക് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരില്ല എന്ന്. അങ്ങനെ അവർക്ക് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് വന്നു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് ആദ്യമായി അന്നാണ് തുടങ്ങിയത് എന്നല്ല. സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഇഖ്തിലാഫു സുന്ന വൽ ബിദ്അ എന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ കൂട്ടത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിന്റെ ഇത്ലാഖിനെ കുറിച്ചും പറഞ്ഞു എന്ന് മാത്രം. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും ഒരേ നിലവാരത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തർത്തീബാക്കിയിട്ടുള്ളത്. ദീനിൽ വിവിധ നിലവാരങ്ങളും വിവിധ ഗ്രേഡുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നായിരുന്നു നാം പറഞ്ഞു വന്നിരുന്നത്. പ്രധാനമായും ദീനുൽ ഇസ്ലാമിന്റെ നിയമ ഭാഗങ്ങളെ 3 ഭാഗങ്ങളായി നാം വേർതിരിച്ച് പറയുകയുണ്ടായി. ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫർ എന്ന് പറയുന്ന ഒരു ഭാഗം, ഇഖ്തിലാഫു സുന്ന വൽ ബിദ്അ എന്ന് പറയുന്ന ഒരു 2ാം ഭാഗം. ഇപ്പോൾ നാം നാം തുടങ്ങി വെക്കുന്ന ഭാഗം ഇഖ്തിലാഫുൽ മദാഹിബിൽ ഫിഖ്ഹിയ്യ അല്ലെങ്കിൽ ഇഖ്തിലാഫുൽ അഹ്കാമിൽ ഫർഇയ്യ. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ നിയമങ്ങൾക്കും ഒരേ നിലവാരമല്ല, വ്യത്യസ്ത നിലവാരങ്ങളാണ് അല്ലാഹു തആല അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഈമാൻ വൽ കുഫർ ഏറ്റവും മർമ്മമായ ഭാഗമായി അവിടെയാണ് അല്ലാഹു അതിനെയാണ് നിശ്ചയിച്ചത്. ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫർ, ഈമാനും കുഫറും തമ്മിലുള്ള വേർതിരിവ്. അതിൽ ഒന്ന് ഈമാൻ ആണെങ്കിൽ രണ്ടാമത്തേത് കുഫർ ആണ്. ഒന്ന് നരകത്തിൽ ഖുലൂദിന് കാരണമാകുമ്പോൾ ഒന്ന് ഖുലൂദുൻ ഫിൽ ജന്നക്ക് കാരണമാണ്. ഒന്ന് അംഗീകരിക്കുന്നവൻ മുസ്ലിമാണ്, മറ്റേത് അംഗീകരിക്കുന്നവൻ മുസ്ലിം അല്ല. ഇതാണ് ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫർ എന്ന് പറയുന്ന ആ 1ാം ഭാഗത്തുള്ള സ്വഭാവം. ബിൽദറൂർ അറിയപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ പരിഗണിക്കപ്പെടുന്നതെന്ന് നേരത്തെ നാം ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. 2ാം ഭാഗം ഇഖ്തിലാഫു സുന്ന വൽ ബിദ്അയാണ്. അവിടെയും ഒന്ന് സുന്നത്താവുമ്പോൾ മറ്റേത് ബിദ്അത്താണ്. ഒന്ന് സ്വർഗ പ്രവേശനത്തിന് കാരണമാകുമ്പോൾ മറ്റൊന്ന് നരകശിക്ഷക്ക് കാരണമാണ്. താരതമ്യേന ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫർ എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവം കുറവാണെങ്കിലും ഇവിടെയും ഗൗരവമുണ്ട്, കൃത്യതയുണ്ട്. ഒന്ന് സുന്നത്ത്, മറ്റേത് ബിദ്അത്താണ്. സുന്നത്ത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്, ബിദ്അത്ത് നരകശിക്ഷക്ക് കാരണമാണ്. എന്നാൽ 3ാമത്തെ ഗ്രേഡ്, 3ാമത്തെ മർത്തബയിൽ നാം പറയുന്നത് ഇഖ്തിലാഫുൽ മദാഹിബിൽ ഫിഖ്ഹിയ്യ, കർമ്മപരമായ വ്യത്യസ്ത മദ്ഹബുകൾ. ഇഖ്തിലാഫുൽ അഹ്കാമിൽ ഫർഇയ്യ, കർമ്മപരമായ കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കർമ്മപരമായ കാര്യങ്ങളിലുള്ള വൈവിധ്യങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഇവിടെ ഈ ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫർ എന്നോ ഇഖ്തിലാഫു സുന്ന വൽ ബിദ്അ എന്നോ പറയുന്ന 1ഉം 2ഉം മക്കാമുകളിലുള്ള ഗൗരവമില്ല. ആ 1ഉം 2ഉം മക്കാമുകളിൽ
ഒന്ന് പ്രതിഫലാർഹമാവുമ്പോൾ മറ്റേത് ശിക്ഷാർഹമായിരുന്നു. ഇവിടെ ഇഖ്തിലാഫുൽ മദാഹിബിൽ ഫിഖ്ഹിയ്യ, ഇഖ്തിലാഫുൽ അഹ്കാമിൽ ഫർഇയ്യ എന്ന് പറയുന്ന കർമ്മപരമായ കാര്യങ്ങളിൽ, കർമ്മപരമായ വ്യത്യസ്ത മദ്ഹബുകളിൽ എല്ലാം പ്രതിഫലാർഹമാണ്. ഒന്ന് പ്രതിഫലാർഹവും മറ്റൊന്ന് ശിക്ഷാർഹവും എന്നുള്ള വേർതിരിവ് അവിടെയില്ല. ഒന്ന് ഈ ഇസ്ലാം മറ്റൊന്ന് കുഫർ എന്ന വ്യത്യാസം അവിടെയില്ല. ഒന്ന് സുന്ന മറ്റേത് ബിദ്അ എന്ന വേർതിരിവും അവിടെയില്ല. മറിച്ച് ഫിഖ്ഹിയായ മദ്ഹബുകളിൽ, ഫിഖ്ഹിയായ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ, കർമ്മപരമായ വിവിധ അഭിപ്രായങ്ങളിൽ എല്ലാം ഇസ്ലാമാണ്, എല്ലാം ഇസ്ലാമിൽ അംഗീകൃതമാണ്, എല്ലാം പ്രതിഫലാർഹമാണ്, അതൊന്നും ശിക്ഷാർഹമല്ല. കണ്ടോ, റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിനെ ഇങ്ങനെ വിവിധ നിലവാരങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ് ദീനിനെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്, തർത്തീബ് ചെയ്തിട്ടുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഒന്നാം മർത്തബയിൽ ഈമാന് കുഫറിലുള്ളതുപോലെയുള്ള ഒരു ഗൗരവം കർമ്മപരമായ കാര്യങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇഖ്തിലാഫു സുന്ന വൽ ബിദ്അ എന്ന് പറയുന്ന രണ്ടാം മക്കാമിലുള്ളതുപോലെ ഒന്ന് പ്രതിഫലാർഹമാകുമ്പോൾ രണ്ടാമത്തത് ശിക്ഷാർഹമാണ്, ശിക്ഷയ്ക്ക് കാരണമാണ് എന്ന ഒരു നിശ്ചയം മൂന്നാമത്തെ മക്കാമിൽ കർമ്മപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ നാം വേറെ പ്രയാസപ്പെടുമായിരുന്നു. ഖിയാമത്ത് നാൾ വരെ ലോകത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ കാലങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെല്ലാം കർമ്മപരമായ രംഗത്ത്, കർമ്മവിഷയങ്ങളിൽ ഒരേ ഏക നിലപാട് തന്നെ ഉൾക്കൊള്ളൽ നിർബന്ധമാണ്. കർമ്മരംഗത്ത് വൈവിധ്യവും വ്യത്യാസങ്ങളും പറ്റില്ല എന്നായിരുന്നു റബ്ബിന്റെ നിശ്ചയമെങ്കിൽ അത് നമ്മേറെ പ്രയാസപ്പെടുത്തുമായിരുന്നു. നിയമം നിശ്ചയിക്കേണ്ടവൻ സൃഷ്ടാവായ റബ്ബാണ്. ആരാണോ സൃഷ്ടിച്ചത് അവനാണ് നിയമനിർമ്മാണാധികാരം, ആരാണോ സൃഷ്ടിച്ചത് അവനാണ് ശാസനാധികാരം. ആ നിലക്ക് കർമ്മരംഗങ്ങളിലും കർമ്മപരമായ വിഷയങ്ങളിലും ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുസ്ലിങ്ങളും ഏത് കാലത്തും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഒരൊറ്റ നിലപാട് തന്നെ, ഒരേ വിധി തന്നെ ഉൾക്കൊള്ളണമെന്ന നിർബന്ധമായ ഒരു നിയമം അല്ലാഹു വെച്ചിരുന്നുവെങ്കിൽ നാം അത് സ്വീകരിക്കൽ തന്നെ നിർബന്ധമാണ്, മറ്റൊരു വകുപ്പില്ല. അതേസമയം ഞാൻ പറഞ്ഞു വന്നത്, പടച്ച റബ്ബ് തആല അങ്ങനെ കൃത്യമായ സങ്കുചിതമായ ഒരൊറ്റ വിധി കർമ്മരംഗത്ത് നിശ്ചയിച്ചില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇഖ്തിലാഫുൽ ഈമാനുൽ കുഫർ എന്ന ഒന്നാം മർത്തബയിൽ ഈമാൻ ഉൾക്കൊള്ളുന്നവർ, ഇഖ്തിലാഫു സുന്ന വൽ ബിദ്അ എന്ന രണ്ടാം മർത്തബയിൽ സുന്നത്ത് ഉൾക്കൊള്ളുന്നവർക്ക് കർമ്മപരമായ കാര്യങ്ങളിൽ ആ മുഅ്മിനുകൾക്കിടയിൽ തന്നെ, അഹ്ലുസുന്നയിൽപ്പെട്ട അഹ്ലുസുന്നയ്ക്കിടയിൽ തന്നെ കർമ്മപരമായ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, വൈവിധ്യങ്ങൾ ഉണ്ടാവാം, വിവിധ നിലപാടുകൾ ഉണ്ടാവാം. അത് അള്ളാഹു അനുവദിച്ചതാണ്, അള്ളാഹു അവസരം നൽകിയതാണ്. അത് റബ്ബ് തആലയുടെ റഹ്മത്തിന്റെ ഭാഗമാണ്. കൃത്യമായ ഒരു രൂപം തന്നെ കർമ്മരംഗത്ത് വെച്ചാൽ അതിൽ നിന്ന് മാറുമ്പോഴേക്ക്, അതിൽ നിന്ന് പുറത്തു പോയാൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അല്ലെങ്കിൽ ശിക്ഷാർഹമായി എന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തിപ്പെടുമായിരുന്നു. അപ്പോൾ ഒന്നാം മർത്തബയിൽ ഈമാന് കുഫറിന്റെ മർത്തബയിലും സുന്നത്ത് ബിദ്അ എന്ന രണ്ടാം മർത്തബയിലും കൃത്യതയും കണിശതയും ഗൗരവവും നിശ്ചയിച്ച റബ്ബ് തആല കർമ്മപരമായ കാര്യങ്ങളിൽ വിശാലത, വിവിധ വ്യാഖ്യാനങ്ങൾക്കുള്ള അവസരവും സൗകര്യവും അല്ലാഹു തആല ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് അവന്റെ റഹ്മത്താണ് എന്ന് നാം മനസ്സിലാക്കണം. അതേസമയം എന്നാൽ പിന്നെ മൂന്നാമത്തെ മക്കാമിലുള്ള ആ ഒരു വിശാലത, വിവിധ വ്യാഖ്യാനങ്ങൾക്കുള്ള സൗകര്യം ഒന്നും രണ്ടും മക്കാമുകളിലും അള്ളാഹു അനുവദിച്ചിരുന്നുവെങ്കിൽ അപ്പൊ പിന്നെ മുസ്ലിം ഉമ്മത്ത്, മുസ്ലിങ്ങൾ ഒരു തലത്തിലും ഏകീകരണമോ ഒരു യൂണിറ്റി എന്നുള്ള സംവിധാനമോ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുത്തഴിഞ്ഞു പോകുമായിരുന്നു ആകെ. കാരണം മൂന്നാം കർമ്മപരമായ കാര്യങ്ങളിലുള്ള വൈവിധ്യങ്ങൾ ഉള്ളതുപോലെ ഈമാൻ കുഫർ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളിലും അങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം, അതും ഇസ്ലാം ഇതും ഇസ്ലാം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഇത്തിഹാദ് ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. ഇത് റബ്ബ് അതുകൊണ്ട് മൂന്നാം മർത്തബയിൽ അള്ളാഹു അനുവദിച്ച ആ തൗസിയ, ആ വിശാലത ഒന്നിൽ അള്ളാഹു അനുവദിച്ചില്ല. എന്നാൽ ഒന്നിൽ അള്ളാഹു തആല വെച്ച ആ തഈന് അല്ലെങ്കിൽ ആ തെളിയത്ത് മൂന്നിൽ വെച്ചില്ല. വേണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പറയാം നാനാത്വത്തിൽ ഏകത്വം എന്ന്.
നമ്മുടെ കിതാബിന്റെ ഭാഷയിൽ പറയുമ്പോൾ അത്തൗസീഉ മഅ തൗഹീദാണ് ഇസ്ലാം, അൽ ഉസ്അത്തു മഅൽ വഹ്ദത്താണ് ഇസ്ലാം. വിശ്വാസരംഗത്ത് വിശിഷ്യ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ കൃത്യതയും കണിശതയും ഇസ്ലാമിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മക്കാമിൽ ബില്ലറൂറയായി അറിയപ്പെട്ട ആ കാര്യങ്ങൾ അത് ആ രൂപത്തിൽ തന്നെ വിശ്വസിച്ചാലേ മുസ്ലിമാകൂ. രണ്ടാമത്തെ മക്കാമിൽ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അസുന്ന എന്നത് തന്നെ ഉൾക്കൊള്ളണം, അവിടെ കൃത്യതയുണ്ട്. എന്നാൽ മൂന്നാമത്തെ മക്കാമിൽ കർമ്മപരമായ മദ്ഹബുകളിൽ, കർമ്മപരമായ വിഷയങ്ങളിൽ വൈവിധ്യങ്ങൾ അള്ളാഹു അനുവദിച്ചിരിക്കുന്നു, വ്യത്യസ്തതകൾ അള്ളാഹു അനുവദിച്ചിരിക്കുന്നു, വിവിധ വ്യാഖ്യാനങ്ങൾക്കുള്ള അവസരം അള്ളാഹു സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കർമ്മപരമായ മദ്ഹബുകളിൽ, കർമ്മപരമായ വിഷയങ്ങളിലെ രണ്ടഭിപ്രായം അല്ലെങ്കിൽ വിവിധ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒന്ന് ഇസ്ലാമും മറ്റേത് ഇസ്ലാമിന് പുറത്തുമല്ല. കർമ്മപരമായ വിഷയങ്ങളിലുള്ള വിവിധ മദ്ഹബുകൾ, വ്യത്യസ്ത മദ്ഹബുകൾ എല്ലാം ഇസ്ലാമിൽ അംഗീകൃതമാണ്, ഇസ്ലാം എന്ന നിലക്ക് അംഗീകരിക്കപ്പെട്ടതാണ്. അവിടെ ഒന്ന് പ്രതിഫലാർഹവും മറ്റേത് ശിക്ഷാർഹവും എന്ന വേർതിരിവില്ല. ഫിഖ്ഹിയായ വിഷയങ്ങളിൽ, കർമ്മപരമായ കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ, വിവിധ അഭിപ്രായങ്ങൾ എല്ലാം പ്രതിഫലാർഹമാണ്. അവിടെ ഒന്ന് സുന്നത്ത് മറ്റേത് ബിദ്അത്ത് എന്ന വേർതിരിവും ഇല്ല. അവിടെ രണ്ടും കർമ്മപരമായ കാര്യങ്ങളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ എല്ലാം ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതാണ്, എല്ലാം സുന്നയുടെ ഭാഗമാണ്, കുഫ്റോ ബിദ്അത്തോ അല്ല, എല്ലാം പ്രതിഫലാർഹമാണ്. ഒന്ന് പ്രതിഫലാർഹവും ഒന്ന് നരക ശിക്ഷയ്ക്ക് കാരണവും എന്നുള്ള വേർതിരിവും അവിടെയില്ല. ചുരുക്കത്തിൽ ഞാൻ ഉണർത്തിയത് ഫിഖ്ഹിന്റെ നിർവചനം, ഫിഖ്ഹിന്റെ മൗദൂഅ്, അതിന്റെ അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ എല്ലാം നമുക്ക് പറയാനുണ്ട്. അതിന്റെ മൊത്തത്തിൽ ഇസ്ലാം എല്ലാം ഒരേ നിലവാരത്തിലല്ല. പ്രധാനമായും ഇസ്ലാമിന്റെ കാര്യങ്ങൾ നമുക്ക് 3 മർത്തബകളിലായി മനസ്സിലാക്കാവുന്നതാണ്. മർത്തബത്തുൽ ഈമാൻ വൽ കുഫർ, ഇഖ്തിലാഫുൽ ഈമാൻ കുഫർ എന്ന ഒന്നാം മർത്തബ, ഇഖ്തിലാഫു സുന്നത്തി വൽ ബിദഅ എന്ന രണ്ടാം മർത്തബ, ഇഖ്തിലാഫുൽ മദാഹിബിൽ ഫിഖ്ഹിയ എന്നൊരു 3-ാം മർത്തബ. ഇത് തമ്മിൽ ആപേക്ഷികമായി ഗൗരവത്തിൽ വ്യത്യസ്ത നിലവാരങ്ങളാണ്, എല്ലാം ഒരേ നിലവാരത്തിലല്ല. ഇക്കാര്യം മഹാന്മാരായ ഇമാമുകളുടെ ഇബാറത്തുകളിൽ നമുക്ക് വ്യക്തമാണ്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ശറഹ് മുസ്ലിമിൽ ബാബു തർക്കിൽ വസിയ്യയിൽ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇമാം ഖത്താബിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽ ഇഖ്തിലാഫു ഫിദ്ദീനി സലാസത്തു അഖ്സാമി, ദീനിലുള്ള ഇഖ്തിലാഫുകൾ 3 രൂപത്തിൽ ഉണ്ട്. അഹ്ദുഹ ഫി ഇസ്ബാത്തി സ്വാനി വ വഹ്ദാനിയത്തിഹി, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തും അല്ലാഹുവിന്റെ വജൂദുമായി ബന്ധപ്പെട്ട ഇഖ്തിലാഫുകൾ. വ ഇൻകാറു ദാലിക കുഫ്റുൻ, ഇത് നമ്മുടെ ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫ്ർ എന്ന് പറയുന്ന ആ 1-ാം മർത്തബയിലേക്കുള്ള സൂചനയാണ്. ചില കാര്യങ്ങളിലുള്ള ഇഖ്തിലാഫ് ദീനിൽ വരുമ്പോൾ ഒന്ന് ഇസ്ലാമും ഒന്ന് ഈമാനുമാവുമ്പോൾ രണ്ടാമത്തത് കുഫറാണ്. അങ്ങനെയുള്ളൊരു ഇഖ്തിലാഫ് ഇസ്ലാമിലുണ്ട്. വസാനി, ഇഖ്തിലാഫിന്റെ രണ്ടാമത്തെ ഇനം ഫി സിഫാത്തിഹി തആല വ മശീഅത്തിഹി വ ഇൻകാറു ദാലിക ബിദ്അത്ത്, ദീനിൽ മറ്റൊരു ഇഖ്തിലാഫ്, അത് ഈമാൻ കുഫറിന്റെ ഇഖ്തിലാഫ് അല്ല, ഒന്ന് സുന്നത്ത് മറ്റേത് ബിദ്അത്ത്, ഇങ്ങനെ വേർതിരിയുന്ന ഒരു ഇഖ്തിലാഫും ദീനുൽ ഇസ്ലാമിലുണ്ട്. വസാലിസു ഫി അഹ്കാമിൽ ഫുറൂഇൽ മുഹ്തമിലത്തി വുജൂഹൻ, 3-ാമത്തെ ഇഖ്തിലാഫ് വിവിധ വ്യാഖ്യാനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയ, വിവിധ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള കർമ്മപരമായ വിധിവിലക്കുകളിലുള്ള ഇഖ്തിലാഫ്. ഫഹാദ ജഅലഹുല്ലാഹു തആല റഹ്മത്തൻ, ഇത് അല്ലാഹു ഒരു അനുഗ്രഹമായി നിശ്ചയിച്ചതാണ്. വ കറാമത്തൻ ലിൽ ഉലമാ, യോഗ്യരായ പണ്ഡിതന്മാർക്കുള്ള ആദരവാണ്. വഹുവൽ മുറാദു ബി ഹദീസി ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ, എന്റെ ഉമ്മത്തിന്റെ, എന്റെ സമുദായത്തിലെ ഇഖ്തിലാഫ്, എന്റെ സമുദായത്തിനിടയിൽ വരുന്ന വിവിധ അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വൈവിധ്യങ്ങൾ, അത് ഉമ്മത്തിന്, സമുദായത്തിന് അനുഗ്രഹമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഈ കർമ്മപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചാണ്. അതാണ് അതിന്റെ വിവക്ഷ എന്നും ഇമാം നവവി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. ശറഹ് മുസ്ലിം ബാബു തർക്കിൽ വസിയ്യ. അപ്പൊ ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫർ, ഒന്ന് ഈമാനും മറ്റേത് കുഫറുമായി വേർതിരിയുന്ന ഒരു ഇഖ്തിലാഫും, ഇഖ്തിലാഫു സുന്നത്തി വൽ ബിദ്അ, ഒന്ന് സുന്നത്താവുമ്പോൾ മറ്റേത് ബിദ്അത്തായി പോകുന്ന ഒരു ഇഖ്തിലാഫും, അൽ ഇഖ്തിലാഫുൽ ഫർഇയ്യായ ശാഖാപരമായ
അൽ ഇഖ്തിലാഫു ഫി അഹ്കാമിൽ ഫുറൂഇ, കർമ്മപരമായ കാര്യങ്ങളുടെ ഇഖ്തിലാഫും. ഇങ്ങനെ ദീനിൽ ഇഖ്തിലാഫ് 3 മർത്തബകളിലായി 3 ഗ്രേഡുകളിലായി ഉണ്ടെന്ന് ഈ ഇബാറത്ത് വ്യക്തമാക്കി. ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ റിസാലയിലും ഈ കാര്യം പറയുന്നുണ്ട്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു കിതാബുൽ റിസാലയിൽ എഴുതുന്നു, അൽ ഇഖ്തിലാഫു മിൻ വജ്ഹൈ, ദീനിലുള്ള ഇഖ്തിലാഫ് 2 രൂപത്തിലുണ്ട്. അഹദുഹുമാ മുഹറമുൻ, ഒരു ഇഖ്തിലാഫ് നിഷിദ്ധമായ ഇഖ്തിലാഫാണ്, കുറ്റകരമായ ഇഖ്തിലാഫാണ്. വലാ അഖൂലു ദാലിക ഫിൽ ആഖിർ, മറ്റൊരു ഇഖ്തിലാഫ് ഉണ്ട്, അത് കുറ്റകരമായ ഇഖ്തിലാഫല്ല, നിഷിദ്ധമായ ഇഖ്തിലാഫല്ല, നിരോധിക്കപ്പെട്ട ഇഖ്തിലാഫല്ല. അപ്പൊ ദീനിൽ ഇഖ്തിലാഫ് 2 നിരോധിക്കപ്പെട്ട ശിക്ഷാർഹമായ കുറ്റകരമായ ഒരു ഇഖ്തിലാഫ് ഉണ്ട്, എന്നാൽ നിരോധിക്കപ്പെട്ടതല്ലാത്ത കുറ്റകരമല്ലാത്ത ഇഖ്തിലാഫും ഉണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ 3 എങ്ങനെ ഇമാമുൽ ഷാഫി റളിയല്ലാഹുവിന്റെ ഇബാറത്തിൽ 2 എന്ന് സംശയിക്കേണ്ടതില്ല. അത് നേരത്തെ 3 മർത്തബയിലായി നാം വേർതിരിച്ചെങ്കിലും ഒരർത്ഥത്തിൽ അത് 2 കാരണം ഈമാന് കുഫ്റിൽ വരുന്ന ഈമാനിന് വിരുദ്ധമായ ഇഖ്തിലാഫ് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ് എന്നതുപോലെ സുന്നക്ക് വിരുദ്ധമായി വരുന്ന ഇഖ്തിലാഫാകുന്ന ബിദ്അത്തും കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. അപ്പോ 1-ാം മഖാമിൽ ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫ്ർ എന്ന് പറയുന്നിടത്ത് ഈമാനിന് വിരുദ്ധമായ ഇഖ്തിലാഫിനെ കുറിച്ചും 2-ാം മഖാമിലുള്ള ഇഖ്തിലാഫ് സുന്ന വൽ ബിദ്അയിൽ സുന്നക്ക് വിരുദ്ധമായ ഇഖ്തിലാഫിനെ കുറിച്ചും 2-നെക്കുറിച്ചും മൊത്തത്തിൽ നമുക്ക് ഇഖ്തിലാഫ് മുഹറം കുറ്റകരമായ ഇഖ്തിലാഫാണെന്ന് പറയാം, നിരോധിക്കപ്പെട്ട ഇഖ്തിലാഫാണെന്ന് പറയാം. കാരണം ആ 2 മർത്തബയിലുമുള്ള ഈമാനിന് വിരുദ്ധമായി വരുന്ന ഇഖ്തിലാഫും സുന്നത്തിനോട് വിഘടിച്ചു വരുന്ന ബിദ്അത്താകുന്ന ഇഖ്തിലാഫ് 2 നിരോധിക്കപ്പെട്ടതാണ്, ശിക്ഷാർഹമാണ്. ഒന്ന് ഖുലൂദും ഫിൽ നാറിന് കാരണമാകുമ്പോൾ മറ്റൊന്ന് ദുഖൂലും ഫിൽ നാറിന് കാരണമാണ് എന്നൊരു വ്യത്യാസം അത് തമ്മിലുണ്ടെങ്കിൽ പോലും ആ നിലക്കാണ് ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫിനെ ഉണ്ടാക്കിയത്. അതേസമയം 3-ാം മർത്തബയിൽ വരുന്ന ഫിഖ്ഹിയായ വിഷയങ്ങളിൽ വരുന്ന ഇഖ്തിലാഫ് അത് ശിക്ഷാർഹമല്ല, നിരോധിക്കപ്പെട്ടതല്ല, അത് അനുവദിക്കപ്പെട്ടതാണ്, മറ്റൊരർത്ഥത്തിൽ അത് അഭിനന്ദിക്കപ്പെട്ടതാണ്. അത് സംബന്ധമായ വിശദീകരണം പിന്നീട് പറയാം. അപ്പൊ ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ഇഖ്തിലാഫു മിൻ വജ്ഹൈൻ, ഇഖ്തിലാഫ് 2 രൂപത്തിലുണ്ട്. അഹദുഹുമാ മുഹറമൻ, ഒന്ന് കുറ്റകരമായ നിരോധിക്കപ്പെട്ട നിഷിദ്ധമായ ഇഖ്തിലാഫ, വലാ അഖൂലു ദാലിക ഫിൽ ആഖിർ, മറ്റേ ഇഖ്തിലാഫ് അങ്ങനെയല്ല. ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു തുടരുന്നു, ഫമൽ ഇഖ്തിലാഫുൽ മുഹറം, എന്നാൽ പിന്നെ ഏതാണ് നിരോധിക്കപ്പെട്ട നിഷിദ്ധമായ ഇഖ്തിലാഫ് ഏതാണ്? ഖുൽതു കുല്ലു മാ ഖാമല്ലാഹു ബിഹി അൽ ഹുജ്ജത ഫീ കിതാബിഹി ഔ അലാ ലിസാനി നബിയിഹി മൻസൂസൻ ബയ്യനൻ ലാ യഹല്ലു അൽ ഇഖ്തിലാഫു ഫീഹി വമാ കാന മിൻ ദാലിക യഹ്തമിലു തഅ്വീല വയുദ്റകു ഖിയാസൻ ഫദഹബ അൽ മുതഅവ്വിലു അവൽ ഖായിസു ഇലാ മഅനൻ يحتمله الخبر أو القياس وإن خالفه فيه ويره لم أقل إنه يضيق عليه ضيق الخلاف في المنصوص. ഗണ്യതമായി കൃത്യമായി നിശ്ചിത വിധി അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അറിയിച്ചു തന്ന വിഷയങ്ങളുണ്ട്. അവിടെ ആ അല്ലാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച കൃത്യമായ നിശ്ചിത വിധിയോട് ഇഖ്തിലാഫ് വരുന്ന അതിനു വിരുദ്ധമായ രൂപത്തിൽ അതിൽ നിന്ന് പുറംചാടുന്ന മറ്റൊരു ഇഖ്തിലാഫ് പറ്റില്ല, അത് കുറ്റകരമാണ്, നിഷിദ്ധമാണ്. എന്നാൽ വിവിധ വ്യാഖ്യാനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുകയും വിവിധ വ്യാഖ്യാനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുകയും ചെയ്ത വിഷയങ്ങളുണ്ട്. അവിടെ കൃത്യമായ രൂപത്തിൽ ഒരു നിശ്ചിത വിധി അല്ലാഹുവോ അവന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിട്ടില്ല. അത്തരം വിഷയങ്ങളിൽ യോഗ്യരായ ആളുകൾ വിവിധ വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ അത് ശിക്ഷാർഹമല്ല, ആ ഇഖ്തിലാഫ് കുറ്റകരമായ ഇഖ്തിലാഫല്ല, നിരോധിക്കപ്പെട്ട ഇഖ്തിലാഫല്ല, അത് അനുവദിക്കപ്പെട്ട ഇഖ്തിലാഫാണ്. അപ്പൊ ഗണ്ഡിതമായ രേഖയുള്ള വിഷയങ്ങളിൽ അല്ല അദില്ലത്തുൽ ഖത്ഇയ്യ, ഗണ്ഡിതമായ രേഖയുള്ള വിഷയങ്ങളിൽ ഇഖ്തിലാഫ് പറ്റില്ല. ഗണ്യതമായ രേഖയില്ലാത്ത വിഷയങ്ങളുണ്ട്, അതിൽ ഇഖ്തിലാഫ് പറ്റും എന്നാണ് ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു കിതാബുൽ റിസാലയിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ദീനിൽ മൊത്തത്തിൽ ആ 3 മഖാമുകളായി മഖാമുൽ ഇഖ്തിലാഫുൽ ഈമാൻ വൽ കുഫർ, ഇഖ്തിലാഫുസ് സുന്ന വൽ ബിദ്അ, ഇഖ്തിലാഫുൽ മദാഹിബുൽ ഫിഖ്ഹിയ്യ, ഈ 3 ഗ്രേഡുകൾ 3 നിലവാരങ്ങൾ നാം വിശദീകരിച്ചു. അക്കാര്യം വിശദമായി ധാരാളം ഇബാറത്തുകളിലുണ്ട്, എല്ലാം കൂടി പരത്തി പറഞ്ഞു നീട്ടുന്നില്ല. പ്രധാനമായ 2 ഇബാറത്ത് നാം ഓർമ്മപ്പെടുത്തി. ഇമാം നവവി റളിയല്ലാഹു അൻഹു ബാബു തർക്കിൽ വസീൽ ശറഹുൽ മുസ്ലിമിൽ എഴുതി വെച്ച അൽ ഇഖ്തിലാഫു ഫിദ്ദീൻ സലാസത്തു അഖ്സാമിൻ എന്ന ഇബാറത്തും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റിസാലയിൽ എഴുതിയ അൽ ഇഖ്തിലാഫു മിൻ വജ്ഹൈൻ എന്ന് പറയുന്ന ഭാഗവും നാം നേരത്തെ പറഞ്ഞ വിഷയത്തിന്റെ വിശദീകരണത്തിന് ഉള്ള
അയിമത്തുകളുടെ അംഗീകാരം എന്ന നിലക്ക് ആ ഇബാറത്തുകൾ മാത്രം ഇപ്പോൾ ഓർമ്മപ്പെടുത്തി തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ഇത് സംബന്ധമായി ഫിഖ്ഹ്, അതിന്റെ മറ്റു സ്വഭാവങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസുകളിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നത് കേൾക്കുന്നത് എല്ലാം നമുക്ക് ഉപകാരമുള്ള രൂപത്തിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഇൽമുകൾ, നമ്മുടെ ക്ലാസുകൾ, ദർസുകൾ, എല്ലാ പ്രവർത്തനങ്ങളും നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ